ശനിയാഴ്ച വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മോഹം, കുത്തരിച്ചോറും മീൻകറി ഇന്ന് കഴിക്കണമെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മീനൊക്കെ തീർന്നായിരുന്നു. എന്നാൽ പോയി ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ രാവിലെ തന്നെ പോയി. മീൻ വാങ്ങിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് മീനൊക്കെ കണ്ട് അതിൽ ചുറ്റി നടക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അറിയാൻ മേലാത്ത മീനിൻ്റെ പേരൊക്കെ ചോദിക്കും. അങ്ങനെ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഈ മീനുമായിട്ട് ചേച്ചിമാർ ചെരുവത്തിൽ മീനൊക്കെ ആയിട്ട് വിൽക്കാൻ വരുമല്ലോ. അപ്പോൾ ഓടി ചെല്ലും ഇതിനകത്തുള്ള മീൻ ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി മാത്രം. ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴും സൈക്കിളിൽ മീനുമായിട്ട് വരുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഞാൻ ഓടി ചെല്ലും. മീൻ വാങ്ങിക്കുന്നതിലും താല്പര്യമാണ് അതിനകത്ത് എന്തൊക്കെ മീനുണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീനൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ഈ സമയത്താണ് UAE മറ്റേ മിസൈൽ അറ്റാക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊന്നും അറിയാതെ ഞങ്ങൾ മീൻ വാങ്ങിച്ചുകൊണ്ട് നടക്കുകയാണ്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഗതികളൊക്കെ അറിയുന്നത്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ കൊടുത്തിട്ട് ബാക്കി സമയം കൊണ്ട് വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്നും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ മീൻ കറി വെച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ സാമൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമൺ ഏത്തക്ക ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാമൺ ഓയിലി ആയിട്ടുള്ളൊരു മീനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഇറങ്ങി ഏത്തക്കയിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഇവിടെ UAE വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാമൺ കഴിക്കുന്നത്. ആദ്യമൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി. ചിലപ്പോൾ ഞാൻ പെപ്പറും സോൾട്ടും മാത്രം ഇട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കും. പിന്നെ ഇങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ്. ചുമന്ന മീൻ കറിയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പ വെച്ചതോ അല്ലെങ്കിൽ ചക്ക വേവിച്ചതോ അതൊക്കെയാണ് ഇഷ്ടം. ഇവിടെ മദീനയിൽ വിളിച്ച് പറഞ്ഞാൽ അവിടെ ഫ്രോസൺ കപ്പയുണ്ട്. പിന്നെ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഈ കപ്പയും ചോറും ഒക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ ക്രേവിങ്സ് ഒന്നുമില്ല അങ്ങനെ കഴിക്കാൻ. ചിലപ്പോൾ തോന്നും അപ്പം കഴിക്കും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും മീൻകറി വയ്ക്കുന്നത് ഈ കുടംപുളി ഇട്ടുള്ള ആ സ്റ്റൈലിലാണ് വയ്ക്കുന്നത്. തേങ്ങ അരച്ചൊക്കെ വളരെ ചുരുക്കമേ വയ്ക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് ഈ സ്റ്റൈലിൽ തന്നെയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ കഴിച്ച് ശീലിച്ചേക്കണ കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വെച്ച് കഴിക്കാനാണ്. ഇതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മിസൈൽ അറ്റാക്കും കാര്യങ്ങളുമൊക്കെ ഫോണിൽ നോക്കി മെസ്സേജ് അയച്ചുമൊക്കെ ഇരുന്നതുകൊണ്ട് അതിനൊന്നും പോയില്ല. മീൻ പെട്ടെന്ന് തന്നെ റെഡിയായി. അതിൻ്റെ കൂടെ ചോറും വേഗം തന്നെ സെറ്റാക്കി. പിന്നെ വേറെ 2-3 ടൈപ്പ് കറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ബീറ്റ്റൂട്ട് തോരൻ പിന്നെ ഏതെങ്കിലും ദിവസം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.